രാത്രിയിൽ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ പലർക്കും ഒരിക്കലെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടാകും. ഭൂമിക്ക് ഇത്ര ശക്തമായ ഗുരുത്വാകർഷണമുണ്ടെങ്കിൽ ചന്ദ്രൻ എന്തുകൊണ്ട് ഭൂമിയിലേക്ക് വീഴുന്നില്ല? ഭൂമി അതിനെ നിരന്തരം വലിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് എങ്ങനെ ആകാശത്തിൽ തന്നെ നിലനിൽക്കുന്നു? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഫിസിക്സിലെ ഏറ്റവും മനോഹരമായ സത്യങ്ങളിൽ ഒന്നാണ്. ആദ്യമൊരു പ്രധാന തെറ്റിദ്ധാരണ മാറ്റാം. ചന്ദ്രൻ ഭൂമിയിലേക്ക് വീഴുന്നില്ല എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. യഥാർത്ഥത്തിൽ ചന്ദ്രൻ ഓരോ നിമിഷവും ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന്റെ മുന്നോട്ടുള്ള വേഗം കാരണം അത് ഒരിക്കലും ഭൂമിയെ തൊടുന്നില്ല. ഭൂമിക്ക് മാസ് ഉള്ളതിനാൽ അതിന് ഗ്രാവിറ്റി ഉണ്ട്. ഈ ഗുരുത്വാകർഷണം സമീപമുള്ള എല്ലാ വസ്തുക്കളെയും തന്റെ ഭാഗത്തേക്ക് വലിക്കും. നമ്മൾ നിലത്ത് ഉറച്ചു നിൽക്കുന്നതും എന്തെങ്കിലും കയ്യിൽ നിന്ന് വിട്ടാൽ അത് താഴേക്ക് വീഴുന്നതും ഇതുകൊണ്ടാണ്. ചന്ദ്രനും ഈ നിയമത്തിൽ നിന്ന് ഒഴിവല്ല. ഭൂമി തുടർച്ചയായി ചന്ദ്രനെ തന്റെ ഭാഗത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചന്ദ്രൻ വെറും ആകാശത്തിൽ നിശ്ചലമായി നിൽക്കുന്ന ഒരു പന്തല്ല. അത് വളരെ വലിയ വേഗത്തിൽ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നു. മണിക്കൂറിൽ ഏകദേശം 3680 കിലോമീറ്റർ വേഗം. ഈ മുന്നോട്ടുള്ള സഞ്ചാരമാണ് കഥയുടെ രണ്ടാമത്തെ ഭാഗം. ഒരു ചെറിയ ഉദാഹരണം ചിന്തിക്കൂ. നിങ്ങൾ ഒരു കല്ല് നേരെ താഴേക്ക് വിട്ടാൽ അത് ഭൂമിയിൽ വീഴും. പക്ഷേ അതേ കല്ല് ശക്തിയായി മുന്നോട്ടെറിഞ്ഞാൽ അത് മുന്നോട്ടു പോകുമ്പോഴും താഴേക്ക് വീഴും. ഇനി അതിനെ അതിശക്തിയായി എറിയുന്നു എന്ന് കരുതൂ. ഭൂമി വട്ടമായതിനാൽ കല്ല് താഴേക്ക് വീഴുമ്പോൾ ഭൂമിയുടെ ഉപരിതലം തന്നെ താഴേക്ക് വളഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കല്ല് വീഴുന്നു, പക്ഷേ ഒരിക്കലും ഭൂമിയെ തട്ടുന്നില്ല. അത് ഭൂമിയെ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങും. ഇതാണ് ഓർബിറ്റ് എന്ന ആശയം. ഇത് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടൺ ഒരിക്കൽ ഒരു മനോഹരമായ സങ്കല്പം അവതരിപ്പിച്ചു. ഒരു വലിയ മലമുകളിൽ നിന്ന് ഒരു കാനൺ ഉപയോഗിച്ച് ഒരു പന്ത് വെടിവെക്കുന്നു എന്ന് കരുതൂ. ചെറിയ വേഗത്തിൽ വെടിവച്ചാൽ അത് ഭൂമിയിൽ വീഴും. കൂടുതൽ വേഗത്തിൽ വെടിവച്ചാൽ അത് കൂടുതൽ ദൂരെയായി വീഴും. പക്ഷേ ഒരു നിർദ്ദിഷ്ട വേഗം കടന്നാൽ അത് താഴേക്ക് വീഴുന്നതിനോടൊപ്പം ഭൂമിയുടെ വളവ് പിന്തുടർന്ന് ഭൂമിയെ ചുറ്റിത്തിരിയും. ചന്ദ്രൻ ഇങ്ങനെ എപ്പോഴും വീഴുന്ന ഒരു കാനൻ ബോൾ പോലെയാണ്. ഇവിടെ പലർക്കും തോന്നുന്ന മറ്റൊരു സംശയം, ചന്ദ്രൻ എസ്കേപ്പ് വെലോസിറ്റി നേടിയതുകൊണ്ടാണോ അത് വീഴാത്തത്? അല്ല. എസ്കേപ്പ് വെലോസിറ്റി എന്നത് ഒരു ഗ്രഹത്തിന്റെ ഗ്രാവിറ്റിയിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാനുള്ള വേഗമാണ്. ഭൂമിയിൽ നിന്ന് അത് ഏകദേശം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ചന്ദ്രന്റെ വേഗം അത്രയില്ല. അതായത് അത് ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. മറിച്ച് ഗ്രാവിറ്റിയുമായും തന്റെ മുന്നോട്ടുള്ള സഞ്ചാരവേഗവുമായും ഒരു അത്ഭുതകരമായ സമതുലിതാവസ്ഥയിലാണ്. ഇത് രണ്ടു പ്രവണതകളുടെ ഒരു നിശബ്ദ നൃത്തം പോലെയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണം ചന്ദ്രനെ തന്റെ ഭാഗത്തേക്ക് വലിക്കുന്നു. അതേസമയം ചന്ദ്രന്റെ ഇനേർഷ്യ അതിനെ നേരെ മുന്നോട്ട് സഞ്ചരിക്കാൻ ശ്രമിപ്പിക്കുന്നു. ഈ രണ്ടു ശക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു സ്ഥിരമായ ഓർബിറ്റ് രൂപപ്പെടുന്നു. ഗ്രാവിറ്റി മാത്രമുണ്ടായിരുന്നെങ്കിൽ ചന്ദ്രൻ ഭൂമിയിൽ പതിച്ചേനെ. മുന്നോട്ടുള്ള വേഗം മാത്രമുണ്ടായിരുന്നെങ്കിൽ അത് സ്പേസിലേക്ക് അകന്നുപോയേനെ. ഇപ്പോൾ സംഭവിക്കുന്നത് തുടർച്ചയായി വീഴുന്നു, പക്ഷേ ഒരിക്കലും തട്ടുന്നില്ല എന്ന അത്ഭുതകരമായ അവസ്ഥ. ഇപ്പോൾ ഒരു വലിയ ചോദ്യമുണ്ട്. ചന്ദ്രന് ഈ വേഗം എവിടെ നിന്നാണ് കിട്ടിയത്? അതിന് ഉത്തരമറിയാൻ നമുക്ക് ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾ പിന്നിലേക്ക് പോകണം. ആദ്യകാല ഭൂമിയെ തീയ എന്ന മാസ് വലുപ്പമുള്ള ഒരു ഗ്രഹസദൃശ വസ്തു ഇടിച്ചെന്ന് സയന്റിസ്റ്റ്സ് കരുതുന്നു. ആ ഇടിയുടെ ശക്തി അത്യന്തം ഭീകരമായിരുന്നു. ഭൂമിയുടെ പുറംഭാഗങ്ങളും തീയയുടെ ഭാഗങ്ങളും സ്പേസിലേക്ക് തെറിച്ചു. പിന്നീട് ആ തെറിച്ചുപോയ ഭാഗങ്ങൾ പതുക്കെ ഒന്നിച്ചുചേർന്ന് ചന്ദ്രനായി മാറി. ഈ തെറിച്ചുപോയ ഭാഗങ്ങൾ ഇതിനകം തന്നെ വലിയ സ്പിന്നിംഗ് മോഷനിലായിരുന്നു. അതിനാൽ ചന്ദ്രൻ രൂപപ്പെട്ട നിമിഷം മുതൽ അത് സഞ്ചാരത്തിലായിരുന്നു. ഭൂമിയുടെ ഗ്രാവിറ്റി അതിനെ പിടിച്ചു, പക്ഷേ പൂർണ്ണമായി വലിച്ചിഴക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സ്ഥിരമായ ഓർബിറ്റ് രൂപപ്പെട്ടു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു മനോഹരമായ സത്യമുണ്ട്. ഓർബിറ്റ് എന്നത് വീഴാതെ രക്ഷപ്പെടൽ അല്ല, മറിച്ച് വീഴുന്നു, പക്ഷേ എല്ലായ്പ്പോഴും ലക്ഷ്യം മിസ് ചെയ്യുന്നു എന്ന അവസ്ഥയാണ്. ചന്ദ്രൻ ഓരോ നിമിഷവും ഭൂമിയിലേക്ക് വീഴുന്നു, പക്ഷേ അതിന്റെ മുന്നോട്ടുള്ള വേഗം കാരണം അത് എല്ലായ്പ്പോഴും ഭൂമിയുടെ വളവ് പിന്തുടർന്ന് മുന്നോട്ടു പോകുന്നു. ഇത് കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതമാകും. ചന്ദ്രൻ പതുക്കെ പതുക്കെ ഭൂമിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷത്തിൽ 3.8 സെന്റിമീറ്റർ. കാരണം തിരമാലകളാണ്. ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയിലെ സമുദ്രജലത്തെ വലിക്കുന്നു. ഭൂമിയുടെ റൊട്ടേഷൻ എനർജി അല്പം അല്പമായി ചന്ദ്രനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതിന്റെ ഫലമായി ചന്ദ്രൻ കൂടുതൽ ഉയർന്ന ഓർബിറ്റിലേക്ക് മാറുന്നു. ഒരു കല്ല് ഒരു കയറിൽ കെട്ടി വട്ടത്തിൽ ചുറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. കയർ ഗ്രാവിറ്റി പോലെ പ്രവർത്തിക്കുന്നു. കല്ലിന്റെ സഞ്ചാരവേഗം ഇനേർഷ്യ പോലെ. വേഗം കുറച്ചാൽ കല്ല് നിങ്ങളുടെ കൈയിലേക്ക് വരും. വേഗം വളരെ കൂടുതലായാൽ കയർ പൊട്ടും. ശരിയായ വേഗം ലഭിച്ചാൽ അത് സ്ഥിരമായി ചുരുക്കൊണ്ടിരിക്കും. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ബന്ധം ഇതുപോലെയാണ്, പക്ഷേ അളവിൽ അതിശയകരമായി വലിയതും സുന്ദരവുമാണ്. നാം രാത്രി കാണുന്ന ചന്ദ്രൻ വെറുമൊരു പ്രകാശമുള്ള വൃത്തമല്ല. ഗ്രാവിറ്റിയും മോഷനും ചേർന്ന് സൃഷ്ടിച്ച ഒരു കോസ്മിക് ബാലൻസ് ആണ് അത്. അത് ഭൂമിയിലേക്ക് വീഴുന്നില്ല, അത് രക്ഷപ്പെടുന്നുമില്ല. അത് ഒരു ശാശ്വതമായ വീഴ്ചയിലാണ്, പക്ഷേ ഒരിക്കലും ഭൂമിയെ തൊടാതെ. അടുത്ത തവണ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു സാധാരണ ഉപഗ്രഹമല്ല. ഫിസിക്സ് എഴുതിയ ഒരു നിശബ്ദ കവിതയാണ്.